വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ബിൽഡിംഗ് മെറ്റീരിയലിലെ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്ലാസ്റ്ററിംഗ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വാൾ ആയിക്കോട്ടെ, കോളം ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു റഫ് സർഫസിനെ കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മോട്ടാർ യൂസ് ചെയ്തൊരു കോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കോട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാസ്റ്ററിങ്ങും അതുപോലെ തന്നെ റെൻഡറിങ്, ഇതിന് ഒരു വ്യത്യാസമുണ്ട്. പ്ലാസ്റ്ററിങ്ങും റെൻഡറിങ്ങും നമ്മൾ റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ സർഫസ് മാത്രമേ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ റെൻഡറിങ് എന്നും, എക്സ്റ്റേണലും ഔട്ട്സൈഡ് മീൻസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ കൊടുക്കുന്ന തിക്നെസ് 12 mm ആണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരുപാട് ടൂൾസ്, ഇതിൽ എഴുതിയിരിക്കുന്ന ടൂൾസ് മാത്രമല്ല, ഗേജിങ് ട്രവല്, ഫ്ലോട്ടിംഗ് റൂള്, പ്ലം ബോബ്, അതുപോലെ ലേയിങ് ട്രവല്, സ്കിമ്മിങ് ഫ്ലോട്ട്, ഡബിൾ ഫ്ലോട്ട്, സ്പിരിറ്റ് ലെവൽ, ഇത്രയും ടൂൾസാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടാർസ് ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന മോട്ടാർ ബേസ് ചെയ്തിട്ട് അതിനൊരു പ്രൊപ്പോർഷൻസ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് സിമെൻറ്റ് മോട്ടാറാണ്. നമ്മൾ സിമെൻറ്റ് മോട്ടാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1:4 റേഷ്യോയിലായിരിക്കും ഈ ഒരു മോട്ടാർ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ലൈം മോട്ടാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1:1 ചെയ്യുന്നത്. ആൻഡ് ദ വാട്ടർ പ്രൂഫ് മോട്ടാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1:2 വരുന്നത്. ഈ 1 എന്ന് പറയുമ്പം സിമെൻ്റ് ആയിരിക്കും വരുന്നത്, 2 എന്ന് പറയുന്നതിൽ സാൻഡ് പ്ലസ് ആലം കൂടെയാണ് വരുന്നത്. അതാണ് വാട്ടർ പ്രൂഫ് മോട്ടാർ എന്ന് പറയുന്നത്. 1:2, അതിൽ 2 എന്ന് പറയുന്നത് സാൻഡ് പ്ലസ് ആലം ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൂൾസിൻ്റെ കാര്യം ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗേജിങ് ട്രവലാണ്. നോർമലി ഗേജിങ് ട്രവൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഈ മോട്ടാർ ലിഫ്റ്റ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗേജിങ് ട്രവൽസ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലോട്ട് എന്ന് പറയുന്നത് മോട്ടാർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് റൂൾ എന്ന് പറയുന്നത് ആ ഒരു പ്ലാസ്റ്റിയുടെ സർഫസിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്ലം ബോബ് വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് യൂസ് ചെയ്യുന്നതാണ് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുമ്പം ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡബിൾ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന സർഫസിൽ 6 ലൈൻസ് എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു 3 mm ഒക്കെ വരുന്ന ഒരു പ്രൊജക്ഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഡബിൾ ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തുള്ളതാണ് സ്കിമ്മിങ് ഫ്ലോട്ട് ടൈപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു വുഡൻ ടൈപ്പിൻ്റെ ഒരു ഫ്ലോട്ടാണ് സ്കിമ്മിങ് ഫ്ലോട്ട്. അതുപോലെ തന്നെ ലേയിങ് ട്രവൽ, അതും ട്രവലിലുള്ള വ്യത്യാസമാണ്. ലേയിങ് ട്രവൽ എന്ന് പറയുമ്പോൾ ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ വെച്ച് ചെയ്തിരിക്കുന്നതാണ് ലേയിങ് ട്രവൽ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ ഇത്രയും ടൂൾസാണ് നമ്മൾ പ്ലാസ്റ്ററിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോട്ടാണ് ഉദ്ദേശിക്കുന്നത്. റെൻഡറിങ് കോട്ട്, ഫ്ലോട്ടിംഗ് കോട്ട് ആൻഡ് സെറ്റിംഗ് ഓർ ഫിനിഷിംഗ് കോട്ട്. അതിൽ ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നതാണ് റെൻഡറിങ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റെൻഡറിങ് കോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കോട്ടാണ്. ഇതിൽ സിമെൻറ്റ് മോട്ടാർ വച്ചിട്ടുള്ള തിക്നെസ് എത്രയെന്ന് അറിഞ്ഞിരിക്കണം. ലൈം മോട്ടാർ യൂസ് ചെയ്യുമ്പോൾ തിക്നെസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് റെൻഡറിങ് കോട്ടിൽ സിമെൻറ്റ് മോട്ടാർ യൂസ് ചെയ്യുമ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് 9 to 10 mm, ലൈം ആണെങ്കിൽ 12 mm ആയിരിക്കും വരുന്നത്. ദെൻ സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് കോട്ടാണ്. ഫ്ലോട്ടിംഗ് കോട്ടിൽ തിക്നെസ് എന്ന് പറയുന്ന സിമെൻറ്റിൻ്റെത് 6 to 9 mm, ലൈമും സെയിം ആണ്, 6 to 9 mm ആണ് വരുന്നത്. അടുത്തത് തേർഡ് കോട്ട് എടുക്കുവാണ്. തേർഡ് കോട്ടിന് നമ്മൾ പറയുന്നത് ഫിനിഷിംഗ് കോട്ട് അല്ലെങ്കിൽ സെറ്റിംഗ് കോട്ടാണ്. ഓക്കെ, ഫിനിഷിംഗ് കോട്ട് അല്ലെങ്കിൽ സെറ്റിംഗ് കോട്ട്. അപ്പോൾ അതിൻ്റെ സിമെൻറ്റ് മോട്ടാറിൻ്റെ തിക്നെസ് 3 mm, ലൈം മോട്ടാറിൻ്റെതും 3 mm. അപ്പോൾ ഏതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? ഫസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞാൽ റെൻഡറിങ് കോട്ടിൽ മാത്രമാണ് സിമെൻറ്റ് മോട്ടാർ 9 to 10 mm, അതുപോലെ ലൈം മോട്ടാർ എന്ന് പറയുന്നത് 12 mm തിക്നെസ്സിലും ഉള്ളത്. ഇനി അടുത്ത് നമ്മളിതിൽ നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫക്ട്സ് ആണ്. എന്തൊക്കെ ഡിഫക്ട്സ് ആണ് പ്ലാസ്റ്ററിങ്ങിന് ഉള്ളത്? അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് ബ്ലിസ്റ്ററിങ്. സ്മോൾ പാച്ചസ് സ്വെൽ ഔട്ട് ബിയോണ്ട് ദി പ്ലെയിൻ ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ്. പ്ലാസ്റ്റർ ചെയ്ത സർഫസിൽ സ്വെല്ല് ചെയ്ത് ചെറിയ പാച്ചസ് പോലെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇതാണ് ഫിഗർ, ബ്ലിസ്റ്ററിങ്. ആൻഡ് നെക്സ്റ്റ് ഡിഫക്റ്റ് ഇൻ ക്രാക്സ്. സെക്കൻഡ് ഡിഫക്ട്സ് ഇൻ ക്രാക്സ് എന്ന് പറയുമ്പോൾ ക്രാക്സ് ഗെറ്റ്സ് ഡെവലപ്ഡ് ഓൺ പ്ലാസ്റ്റേർഡ് സർഫസിൽ നോർമലി ഫോം ചെയ്യുന്നതാണ് ക്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രാക്സ് എന്ന് പറയുമ്പോൾ ക്രാക്ക് 2 രീതിയിലുണ്ടാകും. ക്രാക്ക് തന്നെ 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് നോർമൽ ക്രാക്കിങ്, പിന്നെ ഉള്ളത് ക്രൈസിങ്ങും ആണ്. ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിയുടെ സർഫസിൽ നമുക്ക് അപ്പിയർ ആയിട്ട് വരുന്നത് ക്രാക്കും. ക്രൈസിംഗ് എന്ന് പറയുമ്പം ഒരു ഫൈൻ ഹെയർ ലൈക്ക് ക്രാക്സ്, ജസ്റ്റ് ഒരു ഹെയർ ലൈക്ക് ക്രാക്സ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്രൈസിംഗ് എന്നുമാണ് പറയുന്നത്.
ദ നെക്സ്റ്റ് ഡിഫക്റ്റ് എഫ്ലോറസെൻസ്. ഓൾറെഡി എഫ്ലോറസെൻസ് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഫസ്റ്റ് ടോപ്പിക്സ് മുതലേ പഠിച്ചു വരുന്നതാണ്. അതേ ഏകദേശം അതുപോലെ തന്നെയാണ്. ഈ ഡ്രൈ ആവുന്ന സമയത്ത് സോലുബിൾ സാൾട്ടിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാവുന്നതാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആയിരിക്കും ആ സർഫസിലുണ്ട്, അത് പ്രസൻസ് ഓഫ് സോലുബിൾ മാറ്റർ കാരണമാണ്. സോ ദാറ്റ് ഡിഫക്റ്റ് ഈസ് നോൺ ആസ് എഫ്ലോറസെൻസ്. ആൻഡ് ഫോർത്ത് വൺ, ഫ്ലേക്കിംഗ്. ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റർ ചെയ്ത സർഫസ് ജസ്റ്റ് ആ ലൂസായിട്ട് ആ ഒരു പോർഷൻസ് ഇളവി വീഴുന്നില്ലേ, അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ സ്മോൾ ലൂസ് മാസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ആ മാസ് ഫോർമേഷൻ, ദാറ്റ് ഇസ് നോൺ ആസ് ഫ്ലേക്കിംഗ്. ഫോർമേഷൻ ഓഫ് വെരി സ്മോൾ ലൂസ് മാസ് ഓൺ പ്ലാസ്റ്റേർഡ് സർഫസ്. ആൻഡ് പീലിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റർ ഫ്രം സം പോർഷൻ ഓഫ് സർഫസ് കംസ് ഔട്ട് ആൻഡ് എ പാച്ച് ഈസ് ഫോംഡ്. പാച്ചസ് ഫോം ചെയ്ത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ പീലിംഗ് എന്ന് പറയുന്നത്. കുറച്ച് പോർഷൻസ് മാത്രമായിരിക്കും ഈ ഒരു ഡിഫക്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരു ഫുൾ പ്ലാസ്റ്റേർഡ് സർഫസിൽ കുറച്ച് പോർഷൻസിൽ ആ ഒരു പാച്ചസ് ഒന്ന് ഇളകി പോകുന്ന പോലെയൊക്കെ വരികയാണ്, ആ ഒരു ഇളകി നിൽക്കുന്ന പോലത്തെ ഒരു ഫോമൊക്കെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പീലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് പോപ്പിംഗ് ഓർ ബ്ലോവിംഗ് മീൻസ് ഇതൊരു കോണിക്കൽ ഹോൾസ് ഫോർമേഷനാണ് വരുന്നത്. ഒരു കോണിക്കൽ ഹോൾസ് ഫോർമേഷൻ പ്ലാസ്റ്റേർഡ് സർഫസിൽ വരുന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സെറ്റിങ്ങിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ഒരു ഡിഫക്റ്റ് ഫോം ചെയ്യുന്നത്. പോപ്പിംഗ് എന്നും പറയാം, ബ്ലോവിംഗ് എന്നും പറയാം. ആൻഡ് ദ നെക്സ്റ്റ് ഡിഫക്റ്റ് റസ്റ്റ് സ്റ്റെയിൻസ് ആണ്. പ്ലാസ്റ്റേർഡ് സർഫസിൽ ഉണ്ടാവുന്ന ആ ഒരു റസ്റ്റ്, അതിനെയാണ് നമ്മൾ റസ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സോഫ്റ്റ്നെസ് ആണ്. സോഫ്റ്റ്നെസ് എന്ന് പറയുമ്പോൾ സം പോർഷൻ ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ് ബിക്കം സോഫ്റ്റ്. ചില സ്ഥലം മാത്രം സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡിഫക്റ്റ് ഈസ് നോൺ ആസ് സോഫ്റ്റ്നെസ്. ആൻഡ് അൺഇവൻ സർഫസ് നോർമലി പുവർ വർക്ക്മാൻഷിപ്പ് കാരണം ഉണ്ടാവുന്നതാണ് അൺഇവൻ സർഫസ് എന്ന് പറയുന്നത്. സർഫസ് ബിക്കം അൺഇവൻ ആഫ്റ്റർ പ്ലാസ്റ്ററിങ് ഡിഫറെൻറ്റ് തിക്നെസ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ. ഓരോ സ്ഥലത്തും ഓരോ തിക്നെസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് അൺഇവൻ സർഫസ് എന്ന് പറയുന്നത്. അത് ആ ചെയ്യുന്ന ആളുടെ ഡിഫക്റ്റ് ആയിരിക്കും. ചെയ്യുന്ന ആളുടെ പുവർ വർക്ക്മാൻഷിപ്പ് കാരണമായിരിക്കും അൺഇവൻ സർഫസ് ഫോം ചെയ്യുന്നത്. ദീസ് ആർ ദ ഡിഫക്ട്സ് ഇൻ പ്ലാസ്റ്ററിങ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാസ്റ്റർ ഫിനിഷിൻ്റെ ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ സ്മൂത്ത് കാസ്റ്റ് ഫിനിഷ് ആണ്. സ്മൂത്ത് കാസ്റ്റ് ഫിനിഷ് എന്ന് പറയുമ്പോൾ ഇതിൽ സിമെൻറ്റും ഫൈൻ സാൻഡും ചേർത്തിട്ടുള്ളൊരു മോട്ടാറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. സിമെൻറ്റ് പ്ലസ് ഫൈൻ സാൻഡ് 1:3 റേഷ്യോയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പൊതുവെ വുഡൻ ഫ്ലോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് റഫ് കോസ്റ്റ് അല്ലെങ്കിൽ സ്പാറ്റർ ഡാഷ് ഫിനിഷാണ്. ഇതിലും മോട്ടാറിലെന്ന് പറയും, ഇതിൻ്റെ മോട്ടാറിലെന്ന് പറയുമ്പോഴത്തേക്കും സിമെൻറ്റ് പ്ലസ് കോസ് ഗ്രെയിൻ സാൻഡാണ് വരുന്നത്. കോസ് ഗ്രെയിൻ സാൻഡ്, ഓക്കെ, കോസ് ഗ്രെയിൻ സാൻഡാണ് വരുന്നത്. സോ ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:4 പ്രൊപ്പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. 1:3 ആണേ, 1:3 പ്രൊപ്പോർഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. നെക്സ്റ്റ് സാൻഡ് ഫേസ്ഡ് ഫിനിഷാണ്. സാൻഡ് ഫേസ്ഡ് ഫിനിഷ് എന്ന് പറയുമ്പോൾ പൊതുവെ ഫസ്റ്റ് കോട്ട് പ്ലാസ്റ്റർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സിമെൻറ്റ് മോട്ടാറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:4 പ്രൊപ്പോർഷനാണ്. ഒരിക്കലും ഇത് 12 mm നമ്മൾ തിക്നെസ്സിൽ കുറച്ച് ചെയ്യാറില്ല. 7 days ആണ് ഇതിന് ക്വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ പെബിൾ ഡാഷ് അല്ലെങ്കിൽ ഡ്രൈ ഡാഷ്, അതുമല്ലെങ്കിൽ വേറൊരു പേരൂടെ പറയുന്നുണ്ട്, ഫ്ലിൻറ്റ് ഡാഷ് ഫിനിഷ്. ഇവിടെയും ഫൈനൽ കോഡ്സ് വരുമ്പം അത് 12 mm തിക്നെസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പെബിൾസിൽ നിന്ന് ക്ലീനൻസ് ചെറിയ കുഞ്ഞു കല്ലുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു 10 to 20 mm ബേസ് ചെയ്തൊരു സൈസിലുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോട്ടാർ സെറ്റ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്, പ്ലാസ്റ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡീപ് ടർ ഫിനിഷാണ്. പെബിൾ പോലെ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്ന എല്ലാം നല്ല വെൽ ഫിനിഷ്ഡ് ആയിരിക്കും. ഗ്രാവൽ അല്ലെങ്കിൽ ഫ്ലിൻറ്റ് പോലത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിതിൽ മോട്ടാർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ക്രാപ്ഡ് ഫിനിഷാണ്. സ്ക്രാപ്ഡ് ഫിനിഷ് എന്ന് പറയുമ്പം ഫൈനൽ കോട്ട് ഓഫ് പ്ലാസ്റ്റർ ആണ് വരുന്നത്. അതുപോലെ ഡെപ്ത് 3 mm ആണ് വരുന്നത്. ഇതിൽ ലെസ് ആയിട്ടുള്ള ലയബിൾ ടു ക്രാക്സ് ആണ് വരുന്നത്. ഓക്കെ, ക്രാക്സ് ഒക്കെ വളരെ കുറവായിരിക്കും. ടെക്സ്റ്റേർഡ് ഫിനിഷ്, ദെൻ ഫൈനൽ വണ്ണാണ് ടെക്സ്റ്റേർഡ് ഫിനിഷ്. ഓർണമെൻ്റൽ പാറ്റേൺസ് ആണ് നമ്മൾ കൂടുതലും ടെക്സ്റ്റേർഡ് ഫിനിഷ് ബേസ് ചെയ്തിട്ട് വരുന്നത്. ഫൈനൽ കോട്ടൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ഓർണമെൻ്റൽ പാറ്റേൺസ് ബേസ് ചെയ്തിട്ടായിരിക്കും ടെക്സ്റ്റേർഡ് ഫിനിഷ് വരുന്നത്. ഓക്കെ, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് പ്ലാസ്റ്റർ ഫിനിഷ്. ആൻഡ് ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റർ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റർ, ഫസ്റ്റ് വൺ അക്കോസ്റ്റിക് പ്ലാസ്റ്റർ. അക്കോസ്റ്റിക് പ്ലാസ്റ്റർ
കൂടുതലും നമ്മൾ സൗണ്ട് അബ്സോർബ് ചെയ്യുന്നത്. മെയിനായിട്ട് അക്കോസ്റ്റിക് പ്ലാസ്റ്റർ എന്ന് പറയുമ്പം സൗണ്ട് അബ്സോർബ് ചെയ്യാറുണ്ട്. തിയേറ്റേഴ്സ്, ഹാൾസിലൊക്കെയാണ് നമ്മൾ അക്കോസ്റ്റിക് പ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് ആസ്ബറ്റോസ് മാർബിൾ പ്ലാസ്റ്റർ. നമ്മൾ മാർബിൾ പോലെ അത്യാവശ്യം ഫിനിഷിങ്ങോട് കൂടിയുള്ളതാണ് ആസ്ബറ്റോസ് മാർബിൾ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ആസ്ബറ്റോസ്, അതും ഫൈനലി കൃഷി ചെയ്ത ആസ്ബറ്റോസ്, സിമെൻറ്റ്, മാർബിളും കൂടെ ചേർത്തിട്ടാണ് ആസ്ബറ്റോസ് മാർബിൾ പ്ലാസ്റ്റർ സെറ്റ് ചെയ്തേക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. ബേരിയം പ്ലാസ്റ്റർ എന്ന് പറയുന്നത് പൊതുവെ എക്സ്ട്രീം റൂംസിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സിമെൻറ്റും ബേരിയം സൾഫേറ്റ്സും ആണ് അതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ജിപ്സം പ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ അൺഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ജിപ്സവും മറ്റ് അഡിറ്റീവ്സും കൂടെ ചേർത്തിട്ടാണ് ജിപ്സം പ്ലാസ്റ്റർ സെറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. ക്വയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ബാക്ടീരിയാസ് ഒന്നും എഫക്റ്റ് ചെയ്യത്തില്ല ജിപ്സം പ്ലാസ്റ്ററിൽ. ബോട്ട്സ് പോലെയുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം പ്ലാസ്റ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കീൻ സിമെൻ്റ് ആണ്. കീൻ സിമെൻ്റ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ തന്നെ ആലംസ് കാൽസിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കീൻ സിമെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മാർട്ടിൻസ് സിമെൻ്റ് ആണ്. മാർട്ടിൻ സിമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ പേൾ ആഷ്, ഒരു ടൈപ്പ് ഓഫ് ആഷ് ആണ്, പേൾ ആഷ് കാൽസിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇൻറ്റേർണൽ ഫിനിഷിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പാരിയൻ സിമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ തന്നെ ബോറാക്സ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് പാരിയൻസ് സിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കാഗ്ലിയോള. അതെന്ന് പറഞ്ഞാൽ കീൻ സിമെൻറ്റിൻ്റെ കൂടെ ഗ്ലൂവും കളറിംഗ് പിഗ്മെൻറ്റും കൂടെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് സ്കാഗ്ലിയോള എന്ന് പറയുന്നത്. പിലാസ്റ്റേഴ്സിനാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിലാസ്റ്റേഴ്സ് എന്താണെന്ന് സ്റ്റോൺ മേസണറി അല്ലെങ്കിൽ സ്റ്റോൺ പഠിപ്പിച്ച സമയത്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പിലാസ്റ്റേഴ്സ് എന്താണ്, കോളംനാർ പ്രൊജക്ഷൻസ് ബേസ് ചെയ്ത് വരുന്നതാണ് പിലാസ്റ്റർ. അടുത്തത് സിറാപ്പൈറ്റ്. സിറാപ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെ ഇറ്റ്സ് സ്ലാക്കഡ് ഇൻ പെട്രോളിയത്തിലാണ് സ്ലാക്ക് ചെയ്യുന്നത്. സോ അതിനെയാണ് സിറാപ്പൈറ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സിറാപ്പൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്.